കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസനിലായിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹാവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് ദിവസനിലായിരിക്കാൻ കർത്താവ് തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസനിലായിരിക്കാം. ഇപ്പോൾ നമ്മളായിരിക്കുന്ന അവസ്ഥകൾ ഒന്ന് വിചിന്തനം ചെയ്താൽ സുവിശേഷത്തിന് എക്കാലത്തെക്കാളും പ്രതികൂലങ്ങൾ ഏറി വരുന്ന ഒരു കാലഘട്ടമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. സുവിശേഷ വിരോധികൾ കുമിള് പോലെ മുളച്ചു വന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം, ബജറംഗ് ദളുകാർ ആ കന്യാസ്ത്രീകളെ അവരോട് ഇടപെട്ട രീതികൾ, വാസ്തവത്തിൽ അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടോ, പോലീസ് സംവിധാനങ്ങളുണ്ടോ എന്ന് സംശയിക്കത്തക്ക നിലയിൽ ആണ് അവരുടെ ഇടപെടലുകൾ. ഒരു കാര്യം അതിൽ നമ്മൾ മനസ്സിലാക്കണം, പോലീസുകാരെയും ഗവൺമെൻറ്റിനെയും നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട് വർഗീയവാദികൾ അഴിഞ്ഞാടുന്ന ഭീകരമായൊരു അവസ്ഥയായിരുന്നു നമ്മളവിടെ കണ്ടത്. അതിനുശേഷമായി ബജറംഗ് ദൾകാർ കേരളത്തിൽ പോലും ഒരു പാസ്റ്ററിനെ ഭീഷണിപ്പെടുത്തുകയും കാല് വെട്ടുകയും കൈവെട്ടുകയും ചെയ്യുന്നതൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടു. ഞാൻ എന്തിനിത് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇത് ഈറ്റുനോവിൻ്റെ ആരംഭം, കർത്താവിൻ്റെ വരവിൻ്റെ സംഭവങ്ങൾ, മുന്നോടിയായി നടക്കേണ്ട സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സുവിശേഷത്തെ എതിർക്കുന്നവരുണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞു. നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് വഴിപാടുകൾ കഴിക്കുന്നു എന്ന കാലം വരുന്നു എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. ഈ കൊച്ചു കേരളത്തിൽ വേദപുസ്തകം കയ്യിൽ വെച്ചുകൊണ്ട് കൂട്ടായ്മയ്ക്ക് പോകുവാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന കാലത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുക. ഞാൻ പണ്ടങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്നേക്ക് 25 വർഷം മുമ്പ് കേരളത്തിൽ വേദപുസ്തകം പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നൊരു കാലം വരുമോ, ഒരവസ്ഥ ഉണ്ടാകുമോ, ഭീതിജനകമായൊരവസ്ഥ ഉണ്ടാകുമോ? ഓൾറെഡി അത് വന്നു കഴിഞ്ഞു. ഞാൻ എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, സുവിശേഷ വിരോധികൾ ശക്തി ആർജിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പിന്മാറുകയല്ല വേണ്ടത്, നമ്മൾ മുന്നോട്ട് കുതിക്കണം. അതിനെന്ത് വേണം? ആത്മശക്തി വേണം. അതിനെന്ത് വേണം? പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ ജീവിതം വേണം. അതിനെന്ത് വേണം? ദൈവവചനത്തിൻ്റെ പരിജ്ഞാനം വേണം. സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി കൊരിന്ത്യർ സഭയെക്കുറിച്ച് പഠിക്കുന്നത്, ദൈവകൃപ ലഭിച്ചവർ, 1 കൊരിന്ത്യർ 1:4 എന്നുള്ള വാക്യങ്ങൾ, ദൈവകൃപ ലഭിച്ചവർ, ക്രിസ്തുവിൻ്റെ സാക്ഷ്യം ഉറപ്പായിരിക്കുന്നവർ, സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായിരിക്കുന്നവർ, ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവർ, കർത്താവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നവർ. അതാണ് കൊരിന്ത്യർ സഭയുടെ ഒരു ആവറേജ് ആത്മീയ നിലവാരം. ഇന്ന് അങ്ങനെയുള്ള സഭകൾ ഭൂമിയിലുണ്ടോ? ഇല്ല. ഉപദേശമേ സഭകൾക്കില്ല. ആ പ്രമാണം പഠിപ്പിക്കലും ഇലക്ഷൻ നടത്തലും കാലുവാരലും പിടിക്കലും എന്ന് വേണ്ട എല്ലാവിധ കൊള്ളരുതായ്മകളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി പെന്തക്കോസ് അധപ്പതിച്ചു പോയി. സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് ശക്തി ആവശ്യമുണ്ട്, ഏറെ ദർശനം ആവശ്യമുണ്ട്, വെളിപ്പാട് ആവശ്യമുണ്ട്, ദൈവകൃപ ആവശ്യമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി നമുക്ക് ആവശ്യമുണ്ട്, ആത്മാവിലുള്ള കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമുണ്ട്, ആത്മനിറവിൻ ജീവിതം നമുക്ക് ആവശ്യമുണ്ട്. അധികാരത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യത്തക്ക നിലയിൽ ദേവദാസന്മാർ വളർന്നു വരേണ്ടത് ആവശ്യമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇനിയുള്ള കാലങ്ങളിൽ എന്ത് സംഭവിക്കാം? ഞാനൊരു ക്ലിപ്പ് കണ്ടു, എനിക്ക് ഞാൻ കരഞ്ഞു, സത്യത്തിൽ ഒത്തിരി കരഞ്ഞു അത് കണ്ടിട്ട്. വടക്കേ ഇന്ത്യയിൽ ഒരു ഹിന്ദി പാസ്റ്റർ, അദ്ദേഹം മലയാളിയാണെന്ന് എനിക്കറിയില്ല,
25 വർഷം കൊണ്ട് അവിടെയുണ്ട്. മലയാളിയാ, പക്ഷെ കണ്ട ഹിന്ദിക്കാരനെ പോലെ ഇരിക്കും. 25 വർഷം കൊണ്ട് താൻ അവിടെയുണ്ട്. ബജറംഗ് ദളുകാർ തൻ്റെ പള്ളി ഒന്ന് പൊളിച്ചു കളഞ്ഞു. ആ പള്ളി നിന്ന സ്ഥലം, അല്ലെങ്കിൽ ആ കെട്ടിടം നിന്ന സ്ഥലം, ഹൗള് നിന്ന സ്ഥലം പൊളിച്ചു കളഞ്ഞിട്ട് അവർ, ആ പാസ്റ്ററും പാസ്റ്ററിൻ്റെ കൂടെയുള്ളവരും സഹോദരി സഹോദരന്മാരെല്ലാം കൂടി ആ പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്ന, പാടുന്ന രംഗം എൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കാനിടയായി. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, അവർ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ബജറംഗ് ദളുകാർ വന്ന് തല വെട്ടിയാലും വെട്ടിയെടുത്തോട്ടെ എന്നുള്ള മനോഭാവത്തിൽ അവരോട് നിന്ന്. സുവിശേഷത്തിന് വേണ്ടി ജനകോടികൾ രക്തസാക്ഷ്യം വരിച്ച ചരിത്ര പുസ്തകത്തിൽ നിന്നും മറ്റിതര രീതിയിൽ മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും. രക്തസാക്ഷികളുടെ വലിയൊരു സമൂഹം ക്രിസ്ത്യാനികളുടേതാണെന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പോസ്തലന്മാരുടെ കാലത്ത് ഇഷ്ടംപോലെ രക്തസാക്ഷികളുണ്ടായി. അപ്പോസ്തലന്മാർ എല്ലാവരും രക്തസാക്ഷികളായി, ഒരാളൊഴികെ. സാക്ഷി എന്ന വാക്കിൻ്റെ അർത്ഥം രക്തസാക്ഷി. ഇന്ന് അതൊക്കെ സ്വപ്നമായി മാറി. ഇന്ന് അങ്ങനെയുള്ള അനുഭവങ്ങൾ മഷിയിട്ട് നോക്കിയാലുണ്ടോ? പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് ഇതുപോലെ കാലത്ത് നമ്മുടെ പഠന വിഷയം. അതുകൊണ്ട് നിർജ്ജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും വിടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. വളരെ മനോഹരമായൊരു സബ്ജക്റ്റാണ്. 1 നിർജ്ജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, 2 ദൈവത്തിങ്കലെ വിശ്വാസം, 3 സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, 4 കൈവപ്പ്, 5 മരിച്ചവരുടെ പുനരുദ്ധാനം, 6 നിത്യശിക്ഷാവിധി. ഇതൊക്കെ ഒരു അടിസ്ഥാന ഉപദേശങ്ങളാണ്. ഇത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കാതെ ദൈവരാജ്യത്തിലേക്ക് പോകാനുള്ള ആത്മീയ വളർച്ച, ആത്മീയ വർധനവ്, ആത്മീയ നിറവിലേക്ക് ദൈവസഭയെ നടത്തുക എന്നുള്ള ഉത്തരവാദിത്തമാണ് കർത്താവിൻ്റെ ദാസന്മാർക്ക്. ഹല്ലേലൂയ, സ്തോത്രം. അത് നമ്മൾ ചെയ്തേ മതിയാകൂ. സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, യോർദാന്റെ വൻകാട്ടിൽ എന്ത് ചെയ്യും? ഇപ്പം നമ്മൾ നിർഭയം വസിക്കുക. സുവിശേഷ വിരീതികൾ കുമിള് പോലെ മുളച്ചു വന്ന് നമുക്കെതിരെ ശബ്ദം ഉയർത്തുമ്പോൾ നമ്മുടെ വിശ്വാസം ചോർന്നു പോകുമോ? ഒരു പുനഃപരിശോധന നടത്തുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുക, അതാണ് വേണ്ടത്. ഇവിടെ നിർജ്ജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും വിടാതെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കും. ആദ്യ വചനം വിടുക. ഈ ലേഖനത്തിലെ ചില പ്രയോഗങ്ങളുണ്ട്, കൊലോസ്യ ലേഖനത്തിലുണ്ടത്. അത് ചിലർക്കൊന്നും അത് മനസ്സിലാകത്തില്ല. നല്ല ആത്മീയ ദൃഷ്ടിയുള്ളവർക്ക് അതൊക്കെ മനസ്സിലാകത്തുള്ളൂ. കൊലോസ്യ ലേഖനത്തിലെ ആ ഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഗലാത്യ ലേഖനത്തിലും പല ഭാഗങ്ങളിലുമൊക്കെ അതുണ്ട്. കൊലോസ്യ ലേഖനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ, ആദ്യ പാഠം ലോകത്തിൻ്റെ ആദ്യ പാഠം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിൽ വേർപാടിൽ ജീവിക്കാൻ ഒരുങ്ങി വരുന്ന ഒരു വ്യക്തി ദൈവരാജ്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ആ വ്യക്തി പിന്നെ ആദ്യ പാഠങ്ങളിലേക്ക് പോകാൻ പാടില്ല. ആദ്യ പാഠം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ലോകത്തിലെ ജീവിതം. യഹൂദന്റെ ആദ്യ പാഠം ന്യായപ്രമാണം വായിക്കുകയും പഠിക്കുകയും ചൊല്ലുകയും ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഒരവസ്ഥ. എന്നാൽ യവനായരായ നമുക്ക് പ്രമാണമൊന്നുമില്ല. അവർക്കാണ് പ്രമാദവും യാഗവും പുരോഹിതന്മാരും മറ്റുമൊക്കെ ഉള്ളത്. നമുക്ക് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ പിശാചിനെ സേവിച്ചുകൊണ്ട് നടന്നവരായിരുന്നു. എഫെസ്യർ ലേഖനം 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ പല പ്രാവശ്യം ഞാനത് നിങ്ങളെ വായിച്ച് ഗ്രഹിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ചിന്ത. 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, മുമ്പ് നിങ്ങൾ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിന് അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പ് നമ്മുടെ ജലമോഹങ്ങളിൽ നടന്ന് ജലത്തിനും മനോവികാരങ്ങൾക്ക് ഇട്ടുമാറി ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. ആ മക്കളായത് നമ്മളെയാണ് വിടുവിച്ചത്. വിടുവിച്ച നമ്മൾ പിന്നെ ആദ്യ പാഠങ്ങളിലേക്ക് പോകരുത്. യഹൂദന്റെ ആദ്യ പാഠം ഞാൻ പറഞ്ഞു ന്യായപ്രമാണം. ജാതികളുടെ ആദ്യ പാഠം എന്താണ്? അവരുടെ പഴയ പാപജീവിതം. ഇവിടെ എബ്രായത്തിൽ പറയുന്ന ഭാഗം ശ്രദ്ധിച്ചാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ദൈവവചനത്തിൽ സകല വചനത്തിലും പരിജ്ഞാനത്തിൽ സമ്പന്നരാകുക, ദൈവകൃപയിൽ സമ്പന്നരാകുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മൾ സമ്പന്നരാകുക. അതവിടെ പറയുന്നേ. ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ആ ശക്തി പ്രാപിച്ച ശൗലിനെയാണ് ദൈവം എടുത്ത് ശക്തമായി ഉപയോഗിക്കാനിടയായത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നാം അഭിഷേകത്താൽ നിറയപ്പെട്ടതിന് ശേഷം പിന്നെ ശക്തീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. ശക്തീകരണം, ആത്മശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ സന്ദർശനം ഏറ്റുവാങ്ങുന്ന ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ചുള്ള ദൈവിക ദർശനത്തിൽ, ഹല്ലേലൂയ, അന്ന് മുതൽ കർത്താവിനെ കണ്ടു. ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് കർത്താവിനോട് ചോദിക്കുന്ന ആ ഭാഗം നമ്മൾ പഠിച്ചു വരുമ്പോൾ ആ കർത്താവിനെ കണ്ട അന്നു മുതൽ താൻ ശക്തി ആർജിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് പ്രവൃത്തി പുസ്തകം 9-ലാണല്ലോ പൗലോസിന്റെ മാനസാന്തരം. അവിടെ ഒരു വാക്യമുണ്ട്, ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിച്ചു, ആത്മശക്തി പ്രാപിച്ചു, ദൈവകൃപ പ്രാപിച്ചു, കൃപാവരങ്ങളെ പ്രാപിച്ചു, വചനത്തിന്റെ വെളിപ്പാടുകൾ പ്രാപിച്ചു. അപ്പൊ നമ്മൾ വിശ്വാസികൾ പരിജ്ഞാന പൂർത്തിയിലേക്ക് നടത്തപ്പെടണം. ആഴമേറിയ ആത്മീയത്തിലേക്ക് നടത്തപ്പെടണം. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ സാക്ഷ്യം പറഞ്ഞു വന്നു. മഹാശക്തി, ഡുനാമിക് പവർ. സ്തോത്രം, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഞാൻ എന്തിനാ ഇത് പറയുന്നത്? ഇന്ന് ആദ്യ വചനം തന്നെ പിന്നെയും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു വ്യത്യാസമില്ല. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കണമെങ്കിൽ നമ്മൾ ആദ്യ വചനം വിട്ട് ആ പരിജ്ഞാന പൂർത്തിയിലേക്ക് നമ്മൾ നടത്തപ്പെടണം. സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകണം. സന്തോഷ സമൃദ്ധി ഉണ്ടാകണം, പ്രത്യാശയുടെ സമൃദ്ധി ഉണ്ടാകണം, കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ഉണ്ടാകണം,
ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനങ്ങൾ വിട്ടിട്ട് ഈ പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ വേണ്ടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കണം ഓരോ ദിവസവും. ഹല്ലേലൂയ. ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. സൂത്രം. രക്ഷാസ്നാനം, അഭിഷേകം, വിശുദ്ധി, വേർപാട്, ഇങ്ങനെ അടിസ്ഥാന ഉപദേശങ്ങളുണ്ടല്ലോ നമുക്ക്. അത് വിട്ട് രക്ഷിക്കപ്പെട്ട് വന്നവൻ രക്ഷയ്ക്കായി വളരാനുള്ള ഉപദേശം കൊടുക്കണം. ആ ഉപദേശം എവിടെ കൊടുക്കുന്നത്? ആരാ കൊടുക്കുന്നത്? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സോറി, ക്ഷമിക്കണം. അതായത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട്, ആ അടിസ്ഥാന ഉപദേശങ്ങൾ വിട്ട്, 1 പത്രോസ് 2:1 ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും എല്ലാ വ്യാജഭാവം എല്ലാ അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പം ദൈവവചനമാകുന്ന മായമില്ലാത്ത പാൽ കുടിച്ച് 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 നമ്മൾ ആരോഗ്യമുള്ളവരായി തീരണം. വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരണം. പ്രത്യാശയിൽ ആരോഗ്യമുള്ളവരായി തീരണം. ക്രിസ്തുവിൻ്റെ സമാധാനത്താൽ നിറയപ്പെട്ടവരായി തീരണം. അതാണ് നമ്മൾ പറയുന്ന ആദ്യ വചനം വിട്ട്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞു വിളിച്ചുണ്ട്, മോളുടെ കൊച്ച്. അവനിപ്പോൾ തറ പറ വല മല എന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. ABCD ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. ഈ കുഞ്ഞ് 5ാം ക്ലാസ്സിൽ വരുമ്പോൾ ഇത് പഠിക്കുമോ? ഇന്നത്തെ പുസ്തകം നമ്മളൊന്ന് മാറ്റി വെച്ചിട്ട് 5ാം ക്ലാസ്സിൽ എടുത്ത് ഒന്ന് കൊടുത്തിട്ട് മോനെ ഇത് കണ്ട ABCD ഒക്കെ അവൻ വലിച്ച് ദൂരെ കളയും. കാരണം അവൻ പരിജ്ഞാന പൂർത്തിയിലേക്ക് വന്നു. ദൈവമക്കളെ, ഇന്നത്തെ ആത്മീയ ഗോളത്ത് കിടക്കുന്ന വിശ്വാസികളുടെ ആത്മീയ നിലവാരങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ ആത്മാവിൽ ഈ ദൈവവചനം സംസാരിക്കുന്നത്. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇന്ന് ത്യജിച്ചു കളയാതെ അത് പിന്നെയും വെച്ചുകൊണ്ടിരിക്കുക. ശൈശവാവസ്ഥ വിട്ട് വളർച്ചയിലേക്ക് ആരും വരുന്നില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തിയിലേക്ക് ആരും വരുന്നില്ല. ആത്മീയ വളർച്ച, ആത്മീയ വർധനവ്, ആത്മീയ നിറവ് വിശ്വാസിയിൽ ഉണ്ടാകുന്നില്ല. എന്താ കാര്യം? എന്താ? അതാരും പഠിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ശക്തമായൊരു വചനഭാഗം വരികയാണ്. ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. നമ്മൾ ഈ പറയുന്ന വാക്യവുമായിട്ടൊരു ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഞാനത് വായിക്കുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം ശുശ്രൂഷ വൃന്ദങ്ങൾക്കുള്ളൊരു ശക്തമായ ഉപദേശമാണ്. 4:10 മുതൽ 11 മുതൽ ഞാനങ്ങ് വായിക്കാം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചില ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. കർത്താവ് നിയമിച്ചിരിക്കുന്നു. ആ നിയമിച്ചത് എന്തിനാ? ആ നിയമിച്ചത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം ദൈവമാക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷ വൃന്ദങ്ങളുടെ ഉപദേശം കേട്ട് നമ്മൾ ആത്മീയ വളർച്ച, ആത്മീയ വർധനവ്, ആത്മീയ നിറവിലേക്ക് വരണം. അല്ലെങ്കിൽ വിശ്വാസ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല. മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോയി വീഴും ചിലപ്പോൾ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, സുവിശേഷന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരെ നിയമിച്ചിരിക്കുന്നു. എന്തിനാണ് നിയമിച്ചത്? നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ ദാസാനുള്ള ശിശുയുടെ വിലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മവർദ്ധനവിനുമാകുന്നു. ദൈവം നീ സഭയിലാക്കി വെച്ച ശുശ്രൂഷവൃത്തങ്ങളുടെ ഉപദേശം കേട്ട് വിശ്വാസത്തിൽ ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വം ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തപ്പെടാൻ കഴിയുന്നില്ല ഇന്ന് പലർക്കും. തറയും പറഞ്ഞുകൊണ്ടിരിക്കുക. പരിജ്ഞാന പൂർത്തിയിലേക്ക് വരിക, സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകുക, ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി തീരുക. അപ്പം നമ്മൾ എവിടെ നിൽക്കുന്നു? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മുടെ ആത്മീയ നിലവാരം എന്ത്?
കാഹളം ധ്വനിച്ചാൽ രൂപാന്തരം കിട്ടുമോ? അതിനു മുമ്പ് മരിച്ചുപോയ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമോ? ഇത് രണ്ടിനു വേണ്ടിയാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പാസ്റ്റർമാർ അതിന് വേണ്ടിയൊന്നുമില്ല. അവർ പുത്തൻ ചക്രം ഉണ്ടാക്കണം, ജോർജ് കുട്ടി ഉണ്ടാക്കണം. അതിനുവേണ്ടി അവർ പാസ്റ്റർമാരുടെ വേഷം കെട്ടിയത്. ഒടിയ ചെന്നായ്ക്കളാണെന്ന് കർത്താവ് പറഞ്ഞു, സൂക്ഷിച്ചു കൊള്ളണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. അപ്പോൾ വിശുദ്ധന്മാരുടെ ശിശുയുടെ വേലിക്ക് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയവർദ്ധനവുമാകുന്നു. ഇനി എഫെസ്യർ 4:14 അപകടം പിടിച്ചൊരു വാക്യം. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകാൻ തക്കോണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുടുന്ന ശിശുക്കളായിരിക്കാതെ. അപ്പോൾ ഉപദേശത്തിൻ്റെ കാറ്റിനാൽ അലഞ്ഞുടുന്ന ആരെ? ശിശുക്കളാ. ആ ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ക്രിസ്തു എന്ന തലയോളം സകലത്തിനും വളരുവാനിടയായിത്തീരും. വളർച്ച പ്രാപിക്കണം, ആത്മീയ വളർച്ച പ്രാപിക്കണം, ആത്മീയ വർധന പ്രാപിക്കണം, ആത്മീയ നിറവ് പ്രാപിക്കണം. അല്ലാതെ നമുക്ക് ആത്മീയരായി ജീവിക്കാൻ കഴിയില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അപ്പൊ ദൈവമാക്കി വെച്ച ശുശ്രൂഷ വൃന്ദങ്ങളുടെ ഉപദേശം കേട്ട് ആത്മീയ വളർച്ചയിലേക്കും ആത്മീയ നിറവിലേക്കും ആത്മീയ വർധനവിലേക്കും നമ്മൾ ഡേ ബൈ ഡേ വന്നുകൊണ്ടേയിരിക്കണം. പാവിന് ചങ്കരാന്തിക്ക് കേട്ട ഒരു ഗുണവുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ആത്മീയ വളർച്ച, ഒരു ആത്മീയ വർധനവ്, ഒരു ആത്മീയ നിറവ് നമുക്കുണ്ടാകണം. അതിനുവേണ്ടി വചനം ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കണം, ദൈവകൃപ പ്രാപിച്ചെടുക്കണം. അല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, അപ്പോസ്തലന്മാർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ചു. സ്വത്രം. ഇന്നത് കാണുന്നില്ല. ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തിയിലേക്ക് വരാൻ പലർക്കും കഴിയുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് സാത്താൻ അവരെ ബന്ധിച്ചിട്ടിരിക്കുക. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നു, ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. അപ്പൊ ഈ അവസ്ഥകൾക്കൊക്കെ വ്യത്യാസം വന്നുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രതികൂലങ്ങളും പോരാട്ടങ്ങളും വെല്ലുവിളികളും നമ്മുടെ വിശ്വാസ ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ വിശ്വാസം എത്ര ഉണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. വിശ്വാസം കൃപാവരമായി തരുന്നു. അത് ലേഖനങ്ങളിൽ 1 Corinthians ലേഖനം 14-ാം അധ്യായത്തിലുണ്ട്. കൃപാവരമായി വിശ്വാസം തരുന്നു. സ്തോത്രം. അത് നമ്മൾ പ്രാപിച്ചെടുക്കണം. കർത്താവിന്റെ സന്നിധിയിൽ പ്രാപിക്കണം. വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമെന്ന് പറയണം. വിശ്വാസത്തിൽ നിലനിൽക്കണം. വിശ്വാസത്തോടെ മുൻപോട്ട് പോകണം. ഹല്ലേലൂയ. ഇവിടെ ദൈവമാക്കി വെച്ച ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷ അനുഭവിക്കാത്തതുകൊണ്ട് എന്ത് പറ്റി? 14-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാൽ ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങി പോകാൻ തക്കോണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുടുന്ന ശിശുക്കളായിരിക്കാതെ. ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞുടുന്ന ശിശുക്കളായിരിക്കരുത്. ഉപദേശം ഏത് സമയത്തും പറയാൻ നല്ല തെളിവുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായുള്ള ദൈവത്തിന് സ്തോത്രം. പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും നീതിക്ക് ദാസനാകുകയും ചെയ്യണം. എന്നാലേ വളരെ ആത്മശക്തി നമ്മളിൽ ഉണ്ടാകൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോട്ടെ. അപ്പൊ ദൈവം ആക്കി വെച്ച 5 വിധ അല്ലെങ്കിൽ 4 വിധ ശുശ്രൂഷ വൃന്ദങ്ങളുടെ ഉപദേശം കേട്ടനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ എന്തോ പറ്റും? മനുഷ്യന്റെ ചതിയാൽ ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകാൻ തക്കോണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുടുന്ന ശിശുക്കളായി പോകും. ഇന്ന് ആത്മീയ ശിശുക്കളാണ് 10, 20, 30, 40, 50, 60 വർഷം കർത്താവിനെ സേവിച്ചിട്ട് ഇന്നും ശൈശവാവസ്ഥയിൽ കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുക. എന്ത് മനസ്സിലായി? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ 2 കൈ കൂപ്പി പറയുകയാണ്, നമ്മൾ ആത്മീയ വളർച്ച നമുക്കുണ്ടാകണം, ഒരു ആത്മീയ വർധനവ് നമുക്കുണ്ടാകണം, ഒരു ആത്മീയ നിറവ് നമുക്കുണ്ടാകണം. അതിന് ഈ പഥ്യവചനം പഥ്യോപദേശം അനുസരിച്ച് ജീവിച്ചേ പറ്റൂ, അല്ലാതെ പറ്റത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം.
ഇവിടെ എഫെസ്യർ 4:11 മുതൽ 13 വരെ 11 മുതൽ 14 വരെയുള്ള വാക്യം മനുഷ്യന്റെ ചതിയാലും തന്ത്രങ്ങളാലും തെറ്റിച്ചു കളയുന്ന അവസ്ഥ. അപ്പൊ ദൈവം ആക്കി വെച്ച ശുശ്രൂഷ വൃന്ദങ്ങൾ, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ, ഉപദേഷ്ടാക്കന്മാർ. അപ്പൊ ദൈവം ആക്കി വെച്ച ശുശ്രൂഷ വൃന്ദങ്ങളുടെ ഉപദേശം കേട്ടില്ലെങ്കിൽ നമുക്ക് ആത്മീയ വളർച്ച ഉണ്ടാകത്തില്ല, ആത്മീയ വർധനം ഉണ്ടാകത്തില്ല, ആത്മീയ നിറവ് ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് എൻ്റെ കൂടെയുള്ള സൗരന്മാരും ഞാൻ കമ്പൽ ചെയ്യുന്നത്, നിങ്ങൾ ജോലി മാറ്റി വെച്ചാണെങ്കിലും ആത്മീയ കൂട്ടായ്മയ്ക്ക് വരണം. വചനം വായിക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, കണ്ണീർ കൊടുക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ ആത്മീയമായി ശുഷ്കിച്ചു പോകും. പരിജ്ഞാന പൂർത്തി പ്രാപിക്കുക, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ പ്രാപിക്കുക. ഹല്ലേലൂയ. നമ്മൾ വേദപുസ്തകം പഠിച്ചു വരുമ്പോൾ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിത്തീരണം. പ്രത്യാശയുടെ സമൃദ്ധി, ക്രിസ്തുവിന്റെ സമാധാനം നിറഞ്ഞു വാഴട്ടെ. ഇതൊക്കെയാണ് ആത്മീയ അനുഗ്രഹങ്ങൾ, പുതിയ യെരൂശലേമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. ഹല്ലേലൂയ. നമുക്ക് ആത്മീയ വർധനവിന്, ആത്മീയ വളർച്ചയ്ക്ക്, ആത്മീയ നിറവിനുള്ള എല്ലാ വചനങ്ങളും അപ്പോസ്തലന്മാർ തരുന്നുണ്ട്. അത് കോഴി ചിക്കുന്ന പോലെ ഇത് ചിക്കി ചിക്കി പഠിച്ചെടുത്ത് ആ വചനത്തിന്റെ അവസ്ഥയിൽ നിലനിൽക്കണം, അല്ലെങ്കിൽ നിത്യത കാണത്തില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ ഞാൻ എന്തിനാ ഇത്ര ശടിച്ചത് പറയുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവ് വരാറായി, സഭ എടുക്കപ്പെടാൻ നേരമായി. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവിനെ പ്രാപിക്കണം നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ആത്മനിറവിൻ ജീവിതം നമുക്കുണ്ടാകണം. ഇവിടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിപ്പ എന്ന പ്രായലേഖനത്തിൽ നമ്മൾ കണ്ടു. ദൈവം അനുവദിക്കുന്ന പക്ഷം അത് ചെയ്യും. ദൈവം അനുവദിച്ചിരിക്കുക. അടുത്ത് പറയുന്നത് ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ വിഷയം കൊണ്ടങ്ങ് തിരിയുക. ഇവിടെ ഉപദേശം കേട്ടവർ ഉപദേശത്ത് വ്യതിചലിച്ചു പോകരുത്. വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ അവർ ദൈവത്തെ ക്രൂശിക്കുന്നവരാണ്. മനസ്സിലായോ? നമുക്ക് കിട്ടിയ ദർശനം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഇത് ക്രൈസ്തവ കോളത്തിൽ ഞാൻ ഭയത്തോടെ ഓർക്കുന്നൊരു വിഷയം. ആത്മീയ വളർച്ച, ആത്മീയ വർധനവ്, ആത്മീയ നിറവ് പാസ്റ്റർമാർക്കും വിശ്വാസികൾക്കും ഇല്ല. ഞാൻ കൈകൂപ്പി പറയുക, ഗൗരവത്തോടെയാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്താൽ ആക്കപ്പെട്ട ശുശ്രൂഷ വൃന്ദങ്ങളില്ല. കർത്താവ് കരുണ കാണിച്ച് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ വളർന്നു വരുന്ന, അല്ലെങ്കിൽ ദൈവകൃപ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന, ആത്മശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കരുത്തന്മാരായ, ശക്തന്മാരായ സുവിശേഷകന്മാരെവിടെ? ഈ ആത്മീയ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവർക്കേ ജനത്തെ ആത്മീയ വളർച്ചയിലേക്ക് നടത്താൻ പറ്റത്തുള്ളൂ. തല കുത്തി കിടക്കുന്നവനെ എന്താ നടത്താനാ? എന്ത് ചെയ്യാനാ? പൈസയ്ക്ക് വഴി കിടന്ന് പ്രസംഗിക്കുന്ന ഒരു പാസ്റ്ററിനെ എന്ത് ആത്മീയവർദ്ധനവും ജനത്തിന് വരുത്താനാ? നടക്കില്ല, 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 നടക്കില്ല. പൊതുതരം ആത്മീയ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവനാണ് മറ്റുള്ളവരെയും ആത്മീയ വളർച്ചയിലേക്ക് നടത്തുന്നത്. ക്രിസ്തുവിൻ്റെ ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തിയിലേക്ക് നടത്തപ്പെടുക. നിത്യതയെക്കുറിച്ചുള്ള പ്രബോധനം, സ്വർഗരാജ്യത്തെക്കുറിച്ച്, 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച്, രൂപാന്തര ശരീരത്തെക്കുറിച്ച്, പുതിയാകാശം പുതിയ ഭൂമിയെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തിയിലേക്ക് നമ്മൾ വരിക. വചനത്തിൻ്റെ പരിജ്ഞാനം, സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി കൊരിന്ത് സഭ. വചനത്തിൻ്റെ ABCD അറിഞ്ഞുകൂടാത്ത വിശ്വാസികളെ ഇന്ന് ലോകത്ത് കിടക്കുന്നത്. പാട്ട് പാടി ഉറഞ്ഞു തുള്ളാന്നറിയാം, വേറൊന്നും അറിയത്തില്ല. അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് ഞാൻ. സമയം ഇപ്പോൾ തന്നെ അതിക്രമിച്ചു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട്
പരിജ്ഞാനപൂർത്തിയിലേക്ക് വരിക, സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകുക. സ്വതന്ത്രം. പരിശുദ്ധാത്മാവിൻ ആരാധിക്കുക, ആത്മനിറവിൻ ജീവിതം നയിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഇവിടെ നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലേക്കുള്ള വിശ്വാസം, സ്നാനങ്ങൾക്കുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെ അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കണം. ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിടണം. രക്ഷാസ്നാനം, അഭിഷേകം, വിശുദ്ധി, വേർപാടൊക്കെ നമുക്ക് ആദ്യ അനുഭവങ്ങൾ, അതെല്ലാം നമ്മൾ എടുത്ത് കളയണമെന്നല്ല, അതെല്ലാം മാറ്റിവെച്ച് ആത്മീയ വളർച്ചയ്ക്കും ആത്മീയ വർധനവിനും ആത്മീയ നിറവിനും നമ്മൾ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് വരേണ്ടത് ആവശ്യം. ഇല്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റത്തില്ല. സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, യോർദൻ്റെ വൻകാട്ടിൽ എന്തു ചെയ്യും? യോർദാൻ സമാനമായ പ്രശ്നങ്ങളാണ് നമ്മുടെ ചുറ്റും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശക്തി ആർജിക്കാതിരിക്കണമെങ്കിൽ, ആ പോരാട്ടത്തിൽ നമ്മൾ തകർന്നു പോകാതിരിക്കണമെങ്കിൽ വളരെ ആത്മശക്തി നമുക്ക് വേണം, വളരെ ദൈവകൃപ നമുക്ക് വേണം. നിരന്തരമായ ദൈവവചനവും പ്രാർത്ഥനയും വിശുദ്ധിയിലും വേർപാടിലുമുള്ള ജീവിതത്തിലൂടെ മാത്രമേ ഈ ആത്മീയ വളർച്ച, ആത്മീയ വർധനവ്, ആത്മീയ നിറവ് എന്നുള്ള വിഷയം നമുക്ക് പ്രാപിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. നിരന്തരമായ ദൈവവചന ധ്യാനം, ഒരു ദിവസം 3, 4, 5, 6, 8, 9, 10 അധ്യായങ്ങൾ വായിക്കുക. അതുപോലെ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ മർമ്മങ്ങളെ ചൊല്ലി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അത് നമുക്ക് ആത്മീയ വളർച്ചയ്ക്ക് കാരണമായി തീരും. സ്വതന്ത്രം. ലോകമന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കള്ളപ്രവാചകന്മാർ, ദുർവേഷകന്മാർ ജനത്തെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ നടുവിൽ ദൈവവചനത്തിൻ്റെ ശക്തമായ ദൂതുവാഹികളായി, പ്രചാരകരായി കർത്താവ് നമ്മെ തീർക്കട്ടെ. പത്യവചനം, പത്യോപദേശം പ്രസംഗിക്കുന്ന അളവിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരട്ടെ. അതിനായിട്ട് നമുക്ക് ശ്രമിക്കാം. ക്രിസ്തുവിൻ്റെ ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കാം. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരേണ്ടത്. സ്തോത്രം. അതിന് ഈ പ്രബോധനങ്ങൾ നിങ്ങൾക്ക് മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ.